ഏതൊരു കാര്യവും പഠിച്ച് പയറ്റി തെളിഞ്ഞ ആളിൽ നിന്ന് മനസ്സിലാക്കണം. അതല്ലേ നല്ലത്? ഇപ്പൊ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കൾക്കും അതുപോലെ ഇപ്പൊ നമ്മുടെ കൂടെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗസ്റ്റ് ഒരു മുതൽക്കൂട്ടായിരിക്കും. നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നീറ്റ് എക്സാമിനെ വളരെ ഫ്രീ മൈൻഡോടെ അപ്രോച്ച് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദേവിക എൻ്റെ ഒരു ഓൾഡ് സ്റ്റുഡൻ്റ് ആണ്. അത്ര ഓൾഡൊന്നും അല്ല അല്ലേ? 4 കൊല്ലം മുന്നേ ഉള്ള സ്റ്റുഡൻ്റ് ആണ്. ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് പറയാം ദേവിക. ഇപ്പൊ ഞാൻ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എറണാകുളത്തിലെ ഫൈനൽ ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അതാണ്. ഓക്കെ, പറഞ്ഞോ, എങ്ങനെയാണ് ഇപ്പോഴത്തെ അവിടുത്തെ കോളേജ് ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു? കോളേജ് ജീവിതമൊക്കെ നന്നായിട്ട് പോകുന്നു. ഫൈനൽ ഇയർ ആണ്. അപ്പൊ അതിൻ്റെതായ ഇപ്പൊ നമുക്ക് ഫൈനൽ ഇയറിൽ 9 പേപ്പേഴ്സ് ആണുള്ളത്. അപ്പൊ അതിൻ്റെതായ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. ലേബറും പോസ്റ്റിംഗ്സ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഫൈനൽ ഇയറിൽ ഒരു മന്ത് ഇന്റേൺഷിപ്പ് പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോഴേ ഇപ്പൊ ഇവിടെ ഒരു ടൈം ട്രാവൽ മെഷീൻ ഉണ്ടെന്ന് വിചാരിക്കണം. ആ ടൈം ട്രാവൽ മെഷീൻ യൂസ് ചെയ്ത് നമ്മൾ നേരെ ഒരു 4-5 വർഷം ബാക്കിലോട്ട് പോവാം. അതായത് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാലം, ആ കാലത്തേക്ക് പോവാണ്. ആ കാലത്തേക്ക് പെട്ടെന്ന് പോവാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ അവിടെ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പൊ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നീറ്റ് എഴുതിയെടുക്കണം, ഒരു ആയേ പറ്റുള്ളൂ എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? ഓണസ്റ്റ്ലി പറയുവാണെങ്കിൽ ഞാൻ അങ്ങനെ അംബിഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നില്ല. ഞാൻ പഠിക്കുമായിരുന്നു, പക്ഷെ എനിക്ക് ഈ പ്രൊഫഷൻ വേണം, അങ്ങനെ ഒരു പാഷൻ, അങ്ങനെ ഒരു അംബീഷൻ എനിക്ക് ഉണ്ടായിരുന്നില്ല. പ്ലസ് ടു കഴിയുന്ന സമയമാകുമ്പോഴും എനിക്ക് അങ്ങനെ ഓണസ്റ്റ്ലി ഒരു ആഗ്രഹം ഇല്ല. പിന്നെ എൻ്റെ ടീച്ചേഴ്സും അതുപോലെ എൻ്റെ പേരൻസിൻ്റെയും ഒരു മെന്റർഷിപ്പ് കാരണം അവർ പറഞ്ഞു ലൈക്ക് നിനക്ക് നല്ലതായിരിക്കും എന്നൊരു തോട്ടും. അപ്പൊ ഞാൻ ചിന്തിച്ചു അപ്പോൾ എടുത്താൽ കൊള്ളാം എന്നൊരു, അതായത് ഡോക്ടറെ കിട്ടിയ, അതായത് നീറ്റ് എഴുതി കിട്ടിയ കൊള്ളാം, പറ്റുള്ളൂ എന്നുള്ള ഇതൊന്നും ഉണ്ടായിരുന്നു. ചില കുട്ടികൾ ഇപ്പൊ ചെറുപ്പം തൊട്ടേ ഡോക്ടർ ആകണം വൈറ്റ് കോട്ട്, അങ്ങനെ ഒരു പാഷൻ അങ്ങനെ ആഗ്രഹിച്ച് പഠിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് പ്ലസ് ടു കഴിയുന്നവരെയും ഉണ്ടായിട്ടില്ല. അതുണ്ടായിരുന്നില്ല, അതെനിക്കറിയാം, കാരണം ഞാൻ പഠിപ്പിച്ചിട്ടുള്ള. ഓക്കെ, അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പഠിച്ച പ്ലസ് വണ്ണിലൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, നീറ്റിനെ കുറിച്ചൊരു ഐഡിയ പോലും ഉണ്ടായിരുന്നില്ല. പിന്നീട് പതിയെ അല്ലെ, സ്ലോലി ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് കിട്ടിയാൽ കൊള്ളാം. ഓക്കെ, അതായത് ഒരു മാവിന് വെറുതെ കല്ലെടുത്ത് എറിയുമ്പോഴേക്കും 2-3 മാങ്ങ വീഴുന്നത് പോലെ നീറ്റ് കിട്ടിയാൽ കൊള്ളാം. അങ്ങനെ ആയിരുന്നില്ലേ പ്ലസ് 1 പ്ലസ് 2 കാലത്ത്? പ്ലസ് 1 ഒട്ടും ഉണ്ടായിരുന്നില്ലല്ലോ, ഐഡിയ ഉണ്ടായിരുന്നില്ലല്ലോ. പ്ലസ് 2 എത്തിയപ്പോഴേക്കും അങ്ങനെ ഒരു ഐഡിയ ആയിരുന്നു അല്ലേ? പിന്നെ എപ്പോഴാണ് ഇതൊന്ന് സ്ട്രോങ് ആയത്? നീറ്റിന് നമ്മൾ ഡ്രോപ്പ് ചെയ്തൊരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആദ്യം കുറച്ച് മന്ത് പോയി, പിന്നെയാണ് നമുക്ക് അതിൻ്റെതായ പ്രഷർ. ഉറപ്പായിട്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി പ്രഷർ ഉണ്ടാവും. ഒരു കൊല്ലം ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫാമിലിയുടെ സൈഡിൽ നിന്നാണെങ്കിലും, ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഒരുപാട് പറയുന്നില്ല. നമുക്ക് ഈ ഒരു പോഡ്കാസ്റ്റ് 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആണ്. ഒന്ന്, ഇപ്പൊ കറന്റ്ലി പ്ലസ് 2 പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്കും അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്ന മക്കൾക്കും വേണ്ടി. ഓക്കെ, അപ്പൊ പ്ലസ് 2 തന്നെ നിന്നുകൊണ്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ പ്ലസ് 2 ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ആ നീറ്റിലോട്ട് എത്തിച്ചേരണം എന്നുള്ളൊരു തോന്നൽ വരുന്നത്? നീറ്റ് എഴുതിയെടുക്കണമെന്നത് തോന്നില്ല. അതായത് നീറ്റ്, അതായത് പ്ലസ് 2ന്റെ അവസാന സമയമൊക്കെ വരില്ലേ, അവസാന സമയമൊക്കെ എത്തുമ്പോഴേക്കും പ്ലസ് 2 പഠിച്ച് മാർച്ച് എക്സാം ഒക്കെ കഴിഞ്ഞ് ഒരു ക്രാഷ് പ്രോഗ്രാം ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ സീരിയസ് ആയിട്ടാണോ? ഞാൻ അങ്ങനെ അല്ല ആക്ച്വലി ചെയ്തത്. പക്ഷെ ക്രാഷ് പ്രോഗ്രാംസ് വളരെ നല്ല ഒരു കാര്യമാണ്. ഇപ്പോൾ ചില കുട്ടികൾ നമ്മൾ പ്ലസ് 1 പ്ലസ് 2 അത്യാവശ്യം ഓറിയന്റഡ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് അറിയാം. പക്ഷെ അതിൽ നമ്മൾ എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം, നീറ്റിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം, ആ ടൈം മാനേജ്മെന്റ്, ആപ്ലിക്കേഷൻ ലെവലിൽ അത് മനസ്സിലാക്കാമല്ലോ. കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അത് ആപ്ലിക്കേഷൻ ലെവലിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ ഒരു കാര്യം എല്ലാ പ്ലസ് 2 സ്റ്റുഡൻസും കേൾക്കേണ്ടതാണ്. അതായത് നമ്മൾ ഈ പ്ലസ് 2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്നതിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ, അതിനെ കുറിച്ചല്ല ഉദ്ദേശിച്ചത്. പ്ലസ് 2 പഠിക്കുന്നതിനോടൊപ്പം തന്നെ എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാലുള്ള ഗുണം നീറ്റ് ഇപ്പൊ എഴുതി എടുക്കാമെന്നുള്ള ഉറപ്പൊന്നും നമ്മൾ പറയത്തില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല, ഇപ്പൊ കൺസെപ്റ്റ് കൺസെപ്റ്റ് എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അതെ, നമ്മളിപ്പോ NCERTയുടെ പുറത്തുനിന്ന് ഒന്നും ചോദിക്കുന്നില്ല. NCERTയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ നീറ്റ് നടത്തുന്നതിന് ശേഷം എപ്പോഴും ചോദിക്കുന്നത്. കൺസെപ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്, അത് അപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ചെടുക്കുക. എങ്ങനെ നമുക്ക് എക്സാമിനെ അപ്രോച്ച് ചെയ്യാം, എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാം അല്ലെ, അങ്ങനെ അതായത് നമുക്ക് ഒരു ബെറ്റർ ഒരു സ്കോർ നമുക്ക് മേടിച്ചെടുക്കാൻ പറ്റും അല്ലെ. നീ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നീറ്റ് ക്രാക്ക് ചെയ്യാനും പറ്റൂലേ? അല്ല, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് ആ ക്രാഷ് പ്രോഗ്രാം അല്ലെങ്കിൽ എക്സ്റ്റൻഡഡ് ക്രാഷ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ആ എക്സ്റ്റൻഡഡ് ക്രാഷ് പ്രോഗ്രാം ഒക്കെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പ്ലസ് 2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ ബോർഡ് എക്സാമിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക, അതോ ഈ നീറ്റ് എക്സാമിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക, അല്ലെങ്കിൽ JEE എക്സാമിനായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുക? ഞാൻ ബോർഡ് എക്സാമിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. എല്ലാവരും ബോർഡ് എക്സാമിന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എല്ലാവരും മാർച്ച് എക്സാം തീരുന്നത് വരെ എല്ലാവരും ബോർഡ് എക്സാമിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആ ബോർഡ് എക്സാം കഴിഞ്ഞാലോ പിന്നെ നമുക്ക് പിന്നെ ഒന്നുമില്ല, കഴിഞ്ഞു. പിന്നെ അതായത് ബോർഡ് എക്സാം കഴിഞ്ഞാൽ
എവറിത്തിങ് ഈസ് ഓവർ അല്ലേ. ബോർഡ് എക്സാം കഴിയുന്നതോടെ എല്ലാം കഴിയാണ്, +2 ജീവിതം തന്നെ അങ്ങ് അവസാനിക്കുകയാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കില്ലേ നിൽക്കുന്നത്. പക്ഷെ ആ ട്രെൻഡ് എനിക്ക് തോന്നുന്നു മാറി വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പണ്ടേ ഉള്ള ഒരു പ്രവണതയാണ് ഇപ്പം 10th ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പിന്നെ +2 ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും അതൊന്നും അല്ല. നമ്മൾ എവിടെ എത്തിച്ചേരണം എന്നുള്ളതിനെ പറ്റി നമ്മൾ ആലോചിച്ച് അവിടെ എത്തിപ്പെടാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ ഈ +2 ഇത്ര മാർക്ക് വാങ്ങി 10th ഇത്ര മാർക്ക് വാങ്ങി അതിനേക്കാളും നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു പിന്നെ ഒരു 10 years അല്ലെങ്കിൽ പിന്നെ ഒരു 5 years നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എവിടെ ഇരിക്കണം, അതിനെപ്പറ്റി ഒരു ധാരണയും അതിന് വേണ്ടിയാണ് ശരിക്കും നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ഐ തിങ്ക് ഇപ്പൊ നമ്മുടെ ഇവിടെ ഒരു ട്രെൻഡ് മാറി വരുന്നുണ്ട്. ഇപ്പൊ ഫ്യൂച്ചറിനെ പറ്റി തിങ്ക് ചെയ്ത് എവിടെ എത്തിച്ചേരണം അതിനെ ബേസ് ചെയ്താണ് പേരൻസും കുറച്ചുകൂടെ ഓറിയന്റഡ് ആണ്. അതിന് നല്ലൊരു എക്സാമ്പിൾ ആണ് ഈ എക്സ്റ്റൻഡഡ് ക്രാഷ് പ്രോഗ്രാം ഒക്കെ. ഇപ്പൊ കൂടുതൽ പിള്ളേർ എക്സ്റ്റൻഡഡ് ക്രാഷ് പ്രോഗ്രാമിലൊക്കെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നുണ്ട്. അതായത് നീറ്റിനോടൊക്കെ, അതായത് +2 കഴിഞ്ഞ് മാർച്ചിലെ എക്സാം കഴിഞ്ഞതിന് ശേഷം എൻട്രൻസിനെ കുറിച്ച് ആലോചിക്കാതെ നേരത്തെ തന്നെ അപ്പോൾ ഒക്ടോബറിൽ തന്നെ എൻട്രൻസിന് വേണ്ടി ജോയിൻ ചെയ്യുന്ന പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്, JEE ഒക്കെ ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ ജോയിൻ ചെയ്യുമ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ടൈം മാനേജ്മെന്റ്, എക്സാം എങ്ങനെ എഴുതാം അല്ലെ, എക്സാമിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻറ്റ്, അങ്ങനെ ഒരു ബെറ്റർ മാർക്ക് കിട്ടുകയാണെങ്കിൽ അവർക്ക് അടിപൊളിയായിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടും. 1 year വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം അല്ലെ. നല്ല ഹാർഡ് വർക്ക് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻട്രൻസ് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാനും പറ്റും അല്ലേ. യെസ്, അതാണ്. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് ടൈം ട്രാവൽ ചെയ്ത് ഇപ്പൊ എന്തായാലും +2 എത്തിയിരിക്കുകയല്ലേ. ഇങ്ങനെ സീരിയസ് ആയിട്ട് തന്നെ സംസാരിക്കണമെന്നില്ല. എന്തായിരുന്നു ഈ +2 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹോബീസ് പറ. എനിക്കറിയാം, എനിക്ക് എന്തായാലും അറിയാം ഹോബീസ് എന്തൊക്കെയാണ്, ക്ലിയർ ആയിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ സത്യമെല്ലാം വിളിച്ചു പറയും. ഹോബീസ് ആക്ച്വലി ഞാൻ കുറച്ച് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നിൽക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. എന്തൊക്കെയെന്ന് പറയണം. ലൈക്ക് ഞാൻ കുറച്ച് എഴുതുമായിരുന്നു, പിന്നെ കോളേജ് സ്കൂളിലെ പരിപാടികളിലൊക്കെ സ്വന്തമായിട്ട് കവിതയൊക്കെ എഴുതും. ആ സമയത്ത് ആ കവിത എഴുതാനുള്ള ത്വരയെ തല്ലിക്കെടുത്തിയത് ഞാനാണ് അല്ലേ. അതെ, +2 എത്തിയപ്പോഴേക്കും ഇനിയിപ്പോ കുറെ നാളത്തേക്ക് കവിത എഴുതണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു മാറ്റി വെച്ചു അല്ലേ. പിന്നെ ഈ സോഷ്യൽ മീഡിയയൊക്കെ +2 പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം. നമ്മുടെ ഒക്കെ ആ ഒരു ജനറേഷൻ മേ ബി ഈ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ കാണുന്നത് മേ ബി നമ്മൾ 8th 9th ഒക്കെ കഴിയുമ്പോഴാണ് ഇത് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ഒബ്സഷൻ കൂടുതലായിരിക്കും. അതിങ്ങനെ കൂടുതൽ ടൈം നമ്മൾ സ്ക്രോൾ ചെയ്തിരിക്കും. ഇപ്പോൾ അതിന്റെ ഒരു അൽഗോരിതം അങ്ങനെയാണല്ലോ, നമ്മളിപ്പോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിന്യൂസ്ലി അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അതെ, ഈ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, അതായത് സ്റ്റുഡന്റ് ഇങ്ങനെ കൂടുതൽ സ്ക്രീൻ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് നന്നായിരിക്കുമോ? ഒരിക്കലും അല്ല. ഞാൻ ആക്ച്വലി എനിക്ക് പറ്റിയൊരു തെറ്റായിരുന്നു അത്. ഞാൻ എന്റെ +2 ഞാൻ കുറെ ടൈം അത് കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഏതെങ്കിലും സാറന്മാര് മൊബൈൽ എന്തെങ്കിലും പിടിച്ചു മേടിച്ച് വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. ആര്? ഞാൻ തന്നെ ഒരു 2 ആഴ്ച മൊബൈൽ പിടിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ മാറ്റിയിട്ട് പിടിച്ച് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ +2 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ലപോലെ സോഷ്യൽ മീഡിയക്ക് യൂസ് ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണ് മൊബൈലൊക്കെ ഞാൻ പിടിച്ച് വെക്കേണ്ടി വന്നത് ആണല്ലോ. എങ്ങനെയാണ് ഈ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഈ സോഷ്യൽ മീഡിയ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, മൊബൈലൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്തത് പറയാമോ? റിപ്പീറ്റ് ചെയ്ത സമയത്ത് ആദ്യത്തെ ഒരു കുറച്ച് മന്ത്സ് ഞാൻ അത്ര ഓറിയന്റഡ് ആയിരുന്നില്ല. പിന്നെയാണ് ഡ്രോപ്പ് ചെയ്ത ആ ഇയറിന്റെ ആ ഒരു പ്രഷർ വന്നു തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഉറപ്പായിട്ടും ചുറ്റുപാട് നല്ല പ്രഷർ ഉണ്ടാവും. ആ പ്രഷർ ഉണ്ടായ സമയത്താണ് ഞാൻ സീരിയസ് ആയിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതും. അപ്പൊ എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയ അതിന്റെ അൽഗോരിതം അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ ടൈം ഒത്തിരി കൺസ്യൂം ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഫീഡിൽ. ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഡിക്റ്റ് ആക്കും. അപ്പൊ ഞാൻ അഡിക്റ്റും ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് എന്തായാലും അത് ഉപേക്ഷിക്കുക അല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ അക്കൗണ്ട് ഫുള്ള് ഡിലീറ്റ് ചെയ്യുക ചെയ്തത്. അതാണ് മക്കളെ. അതായത് റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ മക്കളടുത്തും എനിക്ക് പറയാനുള്ളത് സേ RIP ടു സോഷ്യൽ മീഡിയ അല്ലേ. റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ഡെഡിക്കേറ്റോടെ എന്ത് ചെയ്തേക്കണം, പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് ഏറ്റവും അടിപൊളി എക്സാമ്പിളാണ് അദ്ദേഹം. +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയക്ക് അകത്ത് കിടന്ന ആള് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയയോട് പറഞ്ഞത് RIP ആണ്, പോയി ചത്തോ എന്നാ പറഞ്ഞത്. പിന്നെ കംപ്ലീറ്റ് പഠിത്തം ഇരുത്തിക്കൊണ്ട് പോലത്തെയല്ല, ക്ലിയർ കട്ട് പഠിത്തമാണ്. പിന്നീടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാർക്കുകളുടെ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ ടെൻഷൻ ഒക്കെ വരാൻ തുടങ്ങിയത് അല്ലേ. ശരിയല്ലേ? പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മള് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഫുള്ളി ഐസൊലേറ്റഡ് ആയിട്ടിരുന്നുള്ള ഒരു പഠന രീതിയല്ല. നമ്മുടെ വെൽവിഷേഴ്സ്, നമ്മുടെ പേരൻസ്, അതുപോലെ തന്നെ നമുക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, നമ്മൾ നല്ലത് ആണെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സ്, അവരുടെ ഒരു സർക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് പുറമെ മറ്റുള്ളവരായിട്ട് സംസാരിക്കുക, നെഗറ്റിവിറ്റി സ്പ്രെഡ് ആവാതിരിക്കാനുള്ള കാര്യമില്ല. അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ പാരന്റ്സിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ്.
അതായത് ഇദ്ദേഹത്തിന്റെ അമ്മയെന്ന് പറയുന്നത് ഐ തിങ്ക് ഹിന്ദി മെയിൻ എന്തോ ആണ് അല്ലെ, ഹിന്ദി മെയിനായിട്ടാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ ഇയാൾ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എക്സാമ്പിൾ ഇപ്പൊ ഫിസിക്സിനകത്ത് നിന്ന് ടോർക്ക് എന്നൊരു ടേം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ അമ്മ ഉറപ്പായിട്ട് പറയും ഈ ടോർക്ക് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സിനകത്ത് വരും, +1 റൊട്ടേഷനകത്ത് വരും എന്ന് കൃത്യമായിട്ട് പറയും. അതായത് ഇയാളുമായിട്ട് വളരെ അധികം ഒരു മെന്ററിനെ പോലെ ആയിരുന്നു ആക്ച്വലി അമ്മ, അല്ലെ ഫുള്ളായിട്ട് അമ്മ കൂടെ ഉണ്ടായിരുന്നു. എവറി ടൈം എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ തരിക. എവിടെയെങ്കിലും ഡൗൺ ആവുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്നെ വിളിച്ചിട്ട് പ്രശാന്ത് ഇതിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മോക്ക് ഇതിൽ മാർക്ക് കുറഞ്ഞു, അവൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നതെന്നൊക്കെ. ഒരു ഗുഡ് മെന്റർ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ന്യൂ ജെൻ ടീമിന്റെ അടുത്ത് എല്ലായിടത്തും എനിക്ക് പറയാനുള്ളത് മേക്ക് യുവർ പാരന്റ്സ് ആസ് ഗുഡ് മെന്റേഴ്സ്. അടിപൊളി ഡയലോഗ് അല്ലേ, കൊള്ളൂലേ? മേക്ക് യുവർ പാരന്റ്സ് ആസ് ഗുഡ് മെന്റേഴ്സ്. ഓക്കെ, നല്ല കാര്യമല്ലേ? അങ്ങനെ ആയിരുന്നില്ലേ അമ്മ? അങ്ങനെ ആയിരുന്നില്ലേ? അപ്പൊ അമ്മയ്ക്ക് ഒരു ക്ലാപ്പ് കൊടുക്കാം. ക്ലാപ്പ് കൊടുത്തു, അമ്മയ്ക്ക് ഇപ്പോഴും ഒരു ക്ലാപ്പ് കൊടുക്കാൻ പറ്റും. ഓക്കെ ചേച്ചി, ഒരു ക്ലാപ്പ് ഞാൻ മേടിച്ച് തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ. ഇനി ഫ്രണ്ട്സിന്റെ കാര്യം. ഈ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ സീരിയസ്ലി പലർക്കും ഉള്ള ഡൗട്ടാണ് കേട്ടോ. അതായത് +2 കഴിഞ്ഞിട്ട് അവര് റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരുപാട് പേര് വിളിച്ച് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് കോണ്ടാക്ട്സുകൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുമ്പോഴേക്കും നമ്മുടെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പല പിള്ളേരും വേറെ കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ, അയ്യോ അവൾ അങ്ങനെയൊക്കെ ചെയ്യുന്നു, ഞാൻ ഇപ്പോൾ ഇത് തന്നെയാണല്ലോ എന്നുള്ളൊരു തോന്നലൊക്കെ വരും. അപ്പോൾ അതെങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും? സീരിയസ്ലി പറയുവാണെങ്കിൽ നമ്മൾ ഒരുപാട് കോണ്ടാക്ട്സ് ആ സമയത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതെ, നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ കുറച്ച് വെൽവിഷേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ്, അവരെ മാത്രം മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബാക്കിയുള്ളവർ പല കോഴ്സിലും ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ 4th ഇയർ MBBS പഠിക്കുമ്പോൾ എന്റെ കൂടെയുള്ള കുട്ടികൾ ഇപ്പൊ ബാക്കി ഡിഗ്രി കോഴ്സസ്, ഡിപ്ലോമ കോഴ്സസ് ഒന്നും അത്രയും ഡ്യൂറേഷൻ ഇല്ല. ഇപ്പൊ കുട്ടികളൊക്കെ സെറ്റിൽഡ് ആണ്, അവരുടെ ലൈഫിൽ അവർ വേറെ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്ത് പോയിട്ടുണ്ട്. PSC കിട്ടി, ജോലി കിട്ടി പോയവരുണ്ടാവും. അപ്പൊ നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഒരു വലിയ ഗോളാണ്. അപ്പൊ മേ ബി അത് കുറച്ച് സമയം എടുക്കും. വലിയ ഗോൾസ് അച്ചീവ് ചെയ്യാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അത് നമ്മൾ മനസ്സിലാക്കുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. നമ്മളെ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും ഇല്ല. നമ്മളടുത്ത് തന്നെ കോമ്പറ്റേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ നമ്മളോടാണ് കോമ്പീറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിൽ 13 lakh സ്റ്റുഡൻസ് എഴുതുന്നു അല്ലെങ്കിൽ 15 lakh സ്റ്റുഡൻസ് എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് അവരോടല്ല നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ ഇന്നർ സെൽഫ് ആയിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. നമ്മൾ ബെറ്റർ ആവാൻ നോക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ മറ്റൊരാളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഓരോ ഡേയിലും നമ്മൾ ബെറ്റർ ആവുക, നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ്, കൂടുതൽ എങ്ങനെ നമുക്ക് നമ്മുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് മാത്രം നോക്കുക, അല്ലെ? അല്ലാതെ ആദ്യമേ തന്നെ 720 650 മാർക്ക് മേടിക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന ആ ഒരു അതൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു ഇത്? അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഈ റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേർക്ക് ഈ ഒരുപാട് അഡ്വൈസുകൾ കിട്ടാറുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്, പല ടീച്ചേഴ്സും. ഇപ്പൊ ചില ടീച്ചേഴ്സൊക്കെ ആദ്യമേ വന്നിട്ട് പറയുന്നത് 720 650 മാർക്ക് മേടിക്കുക, അതാണ് നിങ്ങൾ ബെഞ്ച് മാർക്കായിട്ട് വെക്കേണ്ടത്. അത് കൊടുക്കുമ്പോൾ തന്നെ ആദ്യം തുടക്കത്തിൽ റിപ്പീറ്റ് ചെയ്യുന്ന പിള്ളേരായാലും ശരി, നമ്മുടെ +2 പഠിക്കുന്ന പിള്ളേരായാലും, എൻട്രൻസിനോട് വളരെ താല്പര്യമുള്ള പിള്ളേരുണ്ടല്ലോ, അപ്പൊ അവർ എങ്ങനെയാണ് ആദ്യം അതായത് 1ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ പോലെ അവരെങ്ങനെയാണ് അത് കൺസ്യൂം ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നീറ്റ് എഴുതുന്നത് 4 വർഷം മുൻപാണ്. അപ്പൊ ആ ഒരു സമയത്തെ മാർക്സ് ബേസ് ചെയ്താണ് ഞാൻ പറയുന്നത്. അതേ മാർക്ക് സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും. മാർക്ക് സിസ്റ്റത്തിന് ഒരു മാറ്റവും ഇല്ല. കുറച്ച് ചാപ്റ്റേഴ്സ് കുറഞ്ഞിട്ടേ ഉള്ളൂ. കുറച്ച് മാർക്ക് കെമിസ്ട്രിയിലെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ പിള്ളേർ ഇച്ചിരി കൂടി റിലാക്സ്ഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി കുറഞ്ഞിട്ടുണ്ട്, വർക്ക് ലോഡ് ഇച്ചിരി കുറഞ്ഞു എന്ന് പറയാം. പറഞ്ഞു. അപ്പോ എന്റെ ഒരു സമയത്ത് ഞാൻ ആദ്യത്തെ ഒരു 4-5 months ഒന്നും അത്ര ഓറിയന്റഡ് ആയിരുന്നില്ല. പിന്നീടാണ് ഞാൻ ഈ പറയുന്ന പോലെ സീരിയസ് ആയിട്ട് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നതും പിന്നെ സീരിയസ്നെസ്സോടെ പഠിക്കാൻ തുടങ്ങുന്നതും. ആ ഒരു സമയത്ത് ശരിക്കും ഞാൻ അപ്പൊ റിയലൈസ് ചെയ്യുമ്പോൾ എന്റെ മാർക്സ് എന്ന് പറയുന്നത് 250 300 ആ ഒരു റേഞ്ച് വരുന്നത്. 250 ആ ഒരു റേഞ്ച്. എല്ലാവരും സീരിയസ് ആയിട്ട് കേൾക്കണം. +2 പഠിക്കുന്നവരും അതുപോലെ റിപ്പീറ്റ് ചെയ്യുന്നവരും ഓരോരുത്തരും കേൾക്കേണ്ട വേർഡ്സ് ആണ്. സക്സസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരാൾ പറയുന്ന വേർഡ്സ് ആണ്. അതൊക്കെ ആദ്യം കിട്ടിക്കൊണ്ടിരുന്ന ഗ്ലോറിയോട് പറയോ എത്ര മാർക്കുകൾ ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത്? 250 മാർക്സ് ആണ് നമ്മളൊരു മെയ് സമയമാകുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങളുടെ എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ്. അപ്പൊ ഈ മെയ് സമയത്തിരുന്ന 250 മാർക്സ് പിന്നീട് ഞാൻ സീരിയസ് ആയിട്ട് ഇത് അപ്രോച്ച് ചെയ്ത് ഞാൻ സീരിയസ്നെസ്സോടെ പഠിക്കാൻ തുടങ്ങി. അപ്പൊ അത് ഫുൾ ചാപ്റ്റേഴ്സ് അല്ല, കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം ബേസ് ചെയ്തുള്ള എക്സാംസ് വെച്ചാണ് ഈ പറയുന്നത്. അപ്പൊ ഈ മെയ് ജൂൺ ആ ഒരു 1.5-2 months കഴിയുമ്പോൾ അതൊരു 350 ആ ഒരു റേഞ്ച് ആയിട്ട് വന്നു. അപ്പോഴും ഞാൻ പറയുന്നത് ഇതിപ്പോ ജൂൺ ആയി, എന്റെ എക്സാം വരുന്നത് സെപ്റ്റംബറിലാണ്. അപ്പൊ ഈ 350 400 എന്ന് പറയുന്ന ഒരു 400-ൽ കൂട്ടാൻ വേണ്ടി ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് ഒരിക്കലും കൂടുന്നില്ല. പിന്നീട് പതുക്കെ അത് ഗ്രാജുവലി നമ്മൾ ആദ്യം വർക്ക് ചെയ്ത് മേ ബി 2-3 weeks ഇങ്ങനെ വർക്ക് ചെയ്തിട്ടും ഒരു പ്രോഗ്രസ് നമുക്ക് തോന്നില്ല. പിന്നെ
മേ ബി ഒരു 250 നിന്ന് 400 പോക്ക് നമുക്ക് ഈസിയർ ആയിട്ട് ഫീൽ ചെയ്യെങ്കിലും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ടഫ് ആയിരിക്കും. അപ്പോ നമുക്ക് പ്രോഗ്രസ് കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആവേണ്ട കാര്യമില്ല. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു 1.5-2 months കഴിഞ്ഞാൽ കുറച്ചെങ്കിലും എനിക്ക് പ്രോഗ്രഷൻ ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഈ 400 എന്നുള്ളത് 600 ആവുന്നത് എന്റെ എക്സാം സെപ്റ്റംബറിലായിരുന്നു. ഈ സെപ്റ്റംബർ മാസത്തിലാണ് 600 എന്നൊരു മാർക്ക് ഞാൻ ക്രോസ് ചെയ്യുന്നത്. പിന്നീടും എക്സാമിന് ഒരു 2 weeks or 1 week മുന്നേ വരെ ഈ 600 ആയിരുന്നത് ഒറ്റയടിക്ക് പിന്നെ ഡ്രോപ്പ് ആയിട്ടുണ്ട്. നല്ലോണം മാർക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ടെൻഷൻ കാരണമാണ് ഈ എക്സാമിന്റെ ക്വസ്റ്റ്യൻസിലൊക്കെ ഒരു ടെൻഷൻ കാരണം ഇച്ചിരി ഡൗൺ ആയത്. എക്സാമില് നമ്മുടെ കൺസെപ്റ്റ്സ് മാത്രമല്ല നമ്മൾ അവിടെ വാല്യൂ ചെയ്യുന്നത്, അവിടെ നമ്മുടെ ടൈം മാനേജ്മെന്റ്, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സമയത്ത് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ള അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഈ എക്സാംസിന് മാർക്ക് കുറയുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ കോൺസെപ്റ്റ് ആണ് നമ്മൾ പഠിത്തത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്, അല്ലെ? അല്ലാതെ ആദ്യമേ 720-ന് 650 മാർക്ക് മേടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു ടെൻഷൻ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒന്നും നടക്കാതെ പോകും. ഈ പറഞ്ഞതുപോലെ 250 മാർക്ക് മേടിച്ച് അല്ലാതെ 360 എത്തിച്ച് പിന്നെ അത് 400 ആ ഒരു സ്ലോ പ്രോസസ്സ് അത് എൻജോയ് ചെയ്യാൻ വേണം. എവിടെയെങ്കിലും മാർക്ക് ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ടെൻഷൻ ആവാനും പാടില്ല. ഒരിക്കലും അത് നമ്മുടെ വീക്ക് പോയിന്റ്സ് നമ്മൾ ഈ പ്രിലിംസിൽ അതുപോലെ നമ്മൾ ഇവിടെ എഴുതുന്ന ടെസ്റ്റുകളിലെ മാർക്കൊന്നും ഒരിടത്തും നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ എക്സാംസിൽ നമ്മൾ നമ്മുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കുന്നു, നമ്മൾ ടൈം മാനേജ്മെന്റ് കുറച്ചുകൂടെ പഠിക്കുന്നു. അത് മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ. നമ്മുടെ വീക്ക് പോയിന്റ്സ് മനസ്സിലാക്കുക, നമ്മളത് ബെറ്റർ ആക്കാൻ നോക്കുക. അത് ഇവിടെ നമ്മൾ തെറ്റുന്നത് ശരിക്കും നല്ലതാണ്. ആ തെറ്റിയ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും അവിടെ എക്സാമിന് പോയി തെറ്റിക്കത്തില്ല. അതേ തെറ്റുകൾ വീണ്ടും ആവർത്തിക്കില്ല. ഓക്കെ. എല്ലാവരും വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ പഠിക്കുക, ഒന്നും പേടിക്കാതെ പഠിക്കുക, നല്ലത് തന്നെ നടക്കും, അല്ലേ? ഇനി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ സബ്ജക്റ്റുകൾ എങ്ങനെയാണ് പഠിച്ചത്? അതായത് എല്ലാ ദിവസവും എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാറുണ്ടോ? എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പാറ്റേൺ പറയാമോ? ഇപ്പൊ നീറ്റിൽ നമുക്ക് വരുന്നത് 90 ക്വസ്റ്റ്യൻ ബയോളജി, 45 ക്വസ്റ്റ്യൻസ് കെമിസ്ട്രി, 45 ഫിസിക്സ് ആണല്ലോ. അപ്പോൾ എന്തുകൊണ്ടും നമുക്ക് ഈ 3 സബ്ജക്ട്സിൽ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ബയോളജിയാണ്. ബയോളജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ബയോളജിയിൽ ഒരിക്കലും ഒന്നും വിട്ടുപോകാണ്ട് നമ്മൾ എല്ലാ ടോപ്പിക്സും വായിക്കുക. നമ്മൾ NCERT ഫുള്ള് വായിക്കുക, ഇൻട്രൊഡക്ഷൻ പേജ് ഉൾപ്പെടെ. അതിൽ നിന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒരു കാര്യം, അപ്പൊ നമ്മുടെ ഫൈനൽ മാർക്കിലെ ബയോളജിയിൽ എത്ര ക്വസ്റ്റ്യൻസ് ശരിയാക്കിയെന്ന് പറയാമോ? എനിക്ക് ഒരു ക്വസ്റ്റ്യൻ അതെട്ട്, ഒരൊറ്റ ക്വസ്റ്റ്യൻ ആണ് ബയോളജി തെറ്റിച്ചത്. ഒരൊറ്റ ക്വസ്റ്റ്യൻ ജസ്റ്റ് മാറിപ്പോയതാണ്, അല്ലാതെ അത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഒരൊറ്റ ക്വസ്റ്റ്യൻ, ബാക്കിയെല്ലാം സെറ്റാക്കി. ഓക്കെ ദെൻ ഇപ്പൊ ബയോളജി നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാൻ പറ്റണം. അത് കാര്യം നമുക്ക് ഏറ്റവും സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ്. NCERT പുറത്തുനിന്ന് ഒന്നും ചോദിക്കത്തില്ല. അപ്പൊ നമ്മൾ മാക്സിമം ടൈംസ് NCERT റിവൈസ് ചെയ്യാന്നുള്ളതാണ്. ഒരു 40-50 ടൈംസ് എങ്കിലും നമ്മളിത് കഴിയുമ്പോൾ എക്സാം ടൈം ആവുമ്പോൾ നമ്മൾ റിവൈസ് ചെയ്തിരിക്കണം. അതിന് നമ്മൾ ഡെയിലി NCERT ടെക്സ്റ്റ് ബുക്ക് ഒരു 40-45 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് വായിക്കണം. കേട്ടോളണം. ഇത് വെറുതെ ഇരിക്കുന്ന ഒരാൾ വന്ന് പറയുന്നതല്ല. ആ സക്സസ് കാണിച്ചു തന്ന ഒരാൾ പറയുന്ന വേർഡാണ്. ഒരു 10-40 പ്രാവശ്യം NCERT ടെസ്റ്റിങ്ങിനെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക എന്നുള്ളത്, അല്ലേ? ശരിയല്ലേ? പിന്നെ നമുക്ക് വരുന്നത് ഫിസിക്സ്, കെമിസ്ട്രിയിൽ ഇപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് ഉണ്ട്, ഫിസിക്കൽ കെമിസ്ട്രി ഉണ്ട്. ഫിസിക്കൽ കെമിസ്ട്രിയും ഫിസിക്സും അത് നമ്മൾ ഫോർമുലാസ് എല്ലാം നമുക്ക് അറിയാമായിരിക്കണം. എന്നാലും നമുക്ക് ആ സമയത്ത് നമ്മളിപ്പോൾ ടൈം മാനേജ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് നമ്മൾ ഫോർമുലാസ് എല്ലാം നമുക്ക് തറവായിരിക്കണം. സോ നമ്മൾ എഴുതി വെക്കുക, ഫോർമുലാസ് ഒക്കെ എഴുതി വെക്കുക. പിന്നെ ആ കൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആയിരിക്കണം. ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിലും അതെ, ഫിസിക്സ് ആണെങ്കിലും അതെ, നമുക്ക് ആ കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്കത് ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഫിസിക്സ് ആണെങ്കിലും ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിലും മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ആ കൺസെപ്റ്റ് എങ്ങനെ അത് അപ്ലൈ ചെയ്യണം, ആ സിറ്റുവേഷനിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഈ പഠിച്ച സമയത്ത് അപ്പോൾ ഒരു കൺസെപ്റ്റ് പഠിച്ചതിന് ഫുൾ ചാപ്റ്റർ പഠിക്കുകയാണ് ചെയ്തത്. പഠിച്ച സമയത്തുണ്ടല്ലോ പിള്ളേർക്ക് ഒരുപാട് ഡൗട്ടാണ്, എങ്ങനെ പഠിക്കണമെന്നാണ് എല്ലാവർക്കും ഓടി നടന്ന് ചെയ്യുന്നത്. അതായത് ഒരു കൺസെപ്റ്റ് പഠിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഗോസസ് തിയറം പഠിച്ചിട്ട് അതിലെ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുകയാണോ, അത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററൊക്കെ 4 വർഷം മുമ്പ് പഠിച്ചാണ്, എന്നാലും ഓർമ്മയൊക്കെ കാണും. ആ വലിയൊരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷമാണ് ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു തിയറി പഠിച്ചിട്ട് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഓരോരോ കൺസെപ്റ്റ്സും മനസ്സിലാക്കുക, അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നീട് നമ്മൾ ഒരു ചാപ്റ്റർ ഇതുപോലെ തന്നെയാണ്. അതാണ് ഏറ്റവും നല്ലത്. അതെ. പിന്നെ നമ്മൾ ഒന്നിച്ച് ആദ്യം ഓരോരോ കൺസെപ്റ്റ് ബേസ് ചെയ്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം പിന്നീട് ഒന്നിച്ച് കമ്പൈൻ ചെയ്തതിന് ശേഷം റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക്
അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും എവിടെ എന്ത് അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ ഓക്കെ. പിന്നീട് നമുക്ക് വരുന്നത് ഇനോർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ ഫുൾ നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഐ തിങ്ക് ഇപ്പോൾ ചാപ്റ്റേഴ്സ് കുറച്ചിട്ടുണ്ട്, പക്ഷെ എങ്കിൽ പോലും ഇനോർഗാനിക് കെമിസ്ട്രി നമുക്ക് ബയോളജി പറയുന്നത് പോലെ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നമ്മൾ നിമോണിക്സ് യൂസ് ചെയ്തോ എന്തെങ്കിലും നമ്മൾ പി ബ്ലോക്ക് ആണെങ്കിലും ഇപ്പൊ ഡി ആൻഡ് എഫ് അതൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ കുഞ്ഞു കുഞ്ഞു നിമോണിക്സ് ഉണ്ടാക്കുക, അത് മെമ്മറൈസ് ചെയ്യാൻ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ഓർത്തിരിക്കും. അപ്പൊ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അത് നമ്മൾ നോക്കി കോഡ് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഇല്ല, മറന്നു. പിന്നെ എപ്പോഴെങ്കിലും ഓർമ്മിച്ചെടുക്കാം. ഓക്കെ, പുറത്ത് പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കോഡാണ്. ഓക്കെ, പിന്നീട് നമുക്ക് വരുന്നത് ഓർഗാനിക് കെമിസ്ട്രിയാണ്. ഓർഗാനിക് കെമിസ്ട്രി എനിക്ക് ഇഷ്ടമുള്ള പാർട്ടും കൂടെ ആയിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ആ കെമിക്കൽ ഇക്വേഷൻസ് അതിന്റെ നമ്മൾ ജസ്റ്റ് ബ്ലാങ്ക് ആയിട്ട് ഓർഗാനിക് കെമിസ്ട്രി ജസ്റ്റ് ഫോർമുലാസ് പഠിക്കുന്നതിന് പകരം അത് എങ്ങനെയാണ് ആ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് കുറച്ചൊന്ന് ഡെപ്തിൽ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. എന്തായാലും മസ്റ്റ് ആയിട്ട് ഒരു 14-15 ക്വസ്റ്റ്യൻസ് ഓർഗാനിക് കെമിസ്ട്രി മാത്രം ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. ഓർഗാനിക് കെമിസ്ട്രി നമുക്ക് വിട്ട് കളയാൻ പറ്റത്തില്ല. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോർഷനാണ്. നമ്മൾ മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കുവാണെങ്കിൽ നമുക്ക് അത് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. കൺസെപ്റ്റ് മനസ്സിലാക്കുക, പ്രോബ്ലംസ് മാക്സിമം ടൈംസ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഈ എല്ലാ ദിവസവും ഈ 3 സബ്ജക്റ്റുകൾ പഠിക്കുമായിരുന്നു? അത് ഏതെങ്കിലും പഠിക്കുമായിരുന്നു എല്ലാ ദിവസവും? ബോറിംഗ് ആണല്ലോ അത്, ഒരു സബ്ജക്ട് മാത്രം പഠിക്കുന്നത്. അതുപോലെ തന്നെ അത് പ്രൊഡക്റ്റീവും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ സമയം കൊടുക്കുമ്പോൾ ലൈക്ക് ബയോളജിക്ക് ആണെങ്കിൽ ഒരു 2 hours കൊടുക്കുക, ഫിസിക്സിന് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു 3 hours കൊടുക്കുക, പിന്നെ കെമിസ്ട്രിക്ക് ആണെങ്കിൽ ഒരു 3 hours കൊടുക്കുക. അങ്ങനെ അങ്ങനെ നമ്മൾ ഒരു ഡേ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. മേ ബി തുടക്കത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരു 7 and 8 hours ഒക്കെ ആയിരിക്കും പഠിക്കാൻ പറ്റുന്നത് നമ്മൾ എത്ര വിചാരിച്ചാലും. പക്ഷെ ഗ്രാജുവലി നമുക്കത് കൂട്ടി എടുക്കാൻ പറ്റും. പിന്നെ എക്സാം ടൈം ആവുമ്പോൾ നമുക്ക് ആ ഒരു ടൈം വേണമെങ്കിൽ ഒരു 15 hours വരെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. അപ്പൊ എല്ലാ ദിവസവും എല്ലാ സബ്ജക്ട് പഠിക്കുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത് അല്ലേ? ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് തോന്നുന്നു ബയോളജിയിലും ഫിസിക്സിലും എല്ലായിടത്തും ചെയ്തിട്ടുള്ളത്. എനിക്ക് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ബയോളജിയിലാണെന്ന് തോന്നുന്നു. ഞാൻ ഗവൺമെന്റ് ഒന്നും അറിയില്ല. ചില ചാപ്റ്റേഴ്സിൽ ചില പോർഷൻസ് അതിപ്പോൾ ഡിഫിക്കൽട്ട് ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രം ഒരു ബുക്ക് എഴുതിയിട്ട് ഓർമ്മയുണ്ടോ, ഒരു ഇൻഡെക്സ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുമായിരുന്നു. എന്നിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് ആ ഇൻഡെക്സ് നോക്കിയിട്ട് അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മനഃപൂർവ്വം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡെക്സ് ചെയ്ത് ഇങ്ങനെ, അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് അന്ന് തോന്നി. അത് ഏതൊരു എക്സാമിലും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളാം കേട്ടോ, എല്ലാവരും, എല്ലാ സ്റ്റുഡൻസും, എല്ലാ മക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഫിസിക്സ് ആയാലും ശരി, കെമിസ്ട്രി ആയാലും ശരി, പ്രത്യേകിച്ച് ബയോളജി ആയാലും. നമ്മൾ ബയോളജി ഇപ്പൊ ഏത് +2 പിള്ളേരടുത്ത് എന്ന് ചോദിച്ചാലും +1 പിള്ളേരടുത്ത് എന്ന് ചോദിച്ചാലും ബയോളജി എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആണെന്നുള്ളൊരു തോന്നല. എന്നാൽ ഒരു എക്സാം നടത്തുവാണെങ്കിൽ മാർക്ക് ഇങ്ങ് താഴെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന പോർഷൻസ് വരുന്ന പേജ് നമ്പേഴ്സ് അന്ന് അങ്ങനെയായിരുന്നു നോട്ട് ചെയ്തിരുന്നു അല്ലെ? NCERT-ക്കകത്ത് നിന്ന് പേജ് നമ്പേഴ്സ്, ചാപ്റ്ററിന്റെ പേരും പേജ് നമ്പേഴ്സ് ഇങ്ങനെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൃത്യമായിട്ട് റിവൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരുന്നു. അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള സ്റ്റഡീസിൽ ഇംപ്ലിമെന്റ് ചെയ്താൽ ഉറപ്പായിട്ട് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളിവിടെ ടൈം ട്രാവൽ മെഷീൻ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ അത് യൂസ് ചെയ്യാൻ മറന്നുപോയി. നമുക്കൊരു കാര്യം, ഈ ടൈം ട്രാവൽ മെഷീൻ യൂസ് ചെയ്ത് നമുക്ക് ശകലം കൂടി ഫ്രണ്ടിലോട്ട് കയറി ഈ എക്സാമിനടുത്ത് എത്താം. അതായത് അന്നത്തെ നീറ്റ് എക്സാമിന്റെ ഏകദേശം അടുത്ത് ഒരു ഡിസംബറിലേക്ക് എത്തിയെന്ന് വിചാരിച്ചു. ഡിസംബറിലേക്ക് എത്തുമ്പോഴേക്കും അത്യാവശ്യം കൂടുതൽ ക്വാണ്ടിറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഓക്കെ, അപ്പോഴേക്ക് എങ്ങനെയാണ് ഈ റിവിഷൻ പ്ലാനൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് പറയാം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിപ്പീറ്റ് ചെയ്യുന്ന മക്കൾക്കായാലും ശരി, നമ്മുടെ +2 പഠിക്കുന്ന പിള്ളേർ ഒരുപാട് പേരുണ്ട് ഈ നീറ്റിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടിരിക്കുന്ന പിള്ളേർ. അപ്പൊ അവർക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എങ്ങനെയാണത് പറയാമോ? എങ്ങനെയാണ് ഈ റിവിഷൻ പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്തത്? നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് തന്നെ റിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അത്രയും നാള് എക്സാംസ് എഴുതുന്നത് കുറച്ച് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള, കുറച്ച് ചാപ്റ്റേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസ് ആയിരിക്കും അത്രയും നാൾ വരെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ഈ ഡിസംബർ കഴിയുന്നു, നമ്മൾ ടോപ്പിക്സ് ഫുള്ള് കവർ ചെയ്യുന്നു. അപ്പോഴായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ഒരു ഫുൾ ടോപ്പിക്സ് കവർ ചെയ്തിട്ടുള്ള ശരിക്കും നീറ്റ് എക്സാം എങ്ങനെയാണോ അങ്ങനെയുള്ള രീതിയിൽ ഒരു എക്സാം ഫേസ് ചെയ്യുന്നത്. ആ സമയത്ത് ഉറപ്പായിട്ടും നമ്മുടെ മാർക്ക് ഡ്രോപ്പ് ആവാം. കാര്യം നമ്മുടെ വീക്ക് പോയിന്റ്സും നമ്മുടെ ടഫ് പോർഷൻസ്, നമ്മുടെ വീക്ക് പാർട്സ് എല്ലാം എക്സ്പോസ് ആവുകയാണ്. മാർക്ക് ഉറപ്പായിട്ട് ഡ്രോപ്പ് ആവും. ഓർമ്മിച്ചോണം, മാർക്ക് ഡ്രോപ്പ് ആയെന്ന് പറഞ്ഞിട്ട് എന്താവരുത്, കോൺഫിഡന്റ് പോകരുത്. ഒരു കാരണവശാലും കോൺഫിഡന്റ് പോകരുത്. നല്ലപോലെ മാർക്ക് ഡ്രോപ്പ് ആവും അല്ലെ? എന്നിട്ട് അവിടെ നിന്ന് അത് എങ്ങനെയാണ് റിക്കവറി വരിക, പറയാമോ? നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീക്ക് പോയിന്റ്സ് ആണ് നമ്മൾ ഇവിടെ റിവീൽ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പോർഷൻസ് നമ്മൾ പഠിക്കുക, പിന്നെയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് പ്രോഗ്രഷൻ തോന്നണം എന്നില്ല. കാര്യം ഓരോ വട്ടം ചോദിക്കുന്ന പാർട്സ് അല്ല അടുത്ത വട്ടം ചോദിക്കുന്ന പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ
ആ ഓരോ കൺസിസ്റ്റന്റ് ആയിട്ട് 1-2 അതായത് ഡിസംബർ മാസം എന്ന് പറയുന്നത് റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ഒരു ഡാർക്ക് ഏരിയ ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് തന്നെ കുറച്ച് നാളത്തേക്ക് മാർക്ക് ശകലം ഡൗൺ ആയിരിക്കും അല്ലെ. അന്ന് പറഞ്ഞിട്ട് കോൺഫിഡന്റ് കളയാൻ പാടില്ല. കീപ് കൺസിസ്റ്റന്റ് ഇൻ യുവർ സ്റ്റഡീസ്. സ്റ്റഡി ആയിട്ട് പഠിച്ചങ്ങ് പോയിരിക്കണം അല്ലെ. അതുപോലെ ഈ പ്രോഗ്രഷൻ തോന്നണമെന്നില്ല, നമ്മളെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. പതുക്കെ നമുക്ക് ഗ്രാജുവലി അത് പ്രോഗ്രസ്ഡ് ആയിക്കോളും ഒരു 1 month ഒക്കെ കഴിയുമ്പോൾ. ഓക്കെ. ആ റിവിഷൻ പ്ലാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? എങ്ങനെയാണ് റിവിഷൻ പ്ലാനുകൾ സെറ്റ് ചെയ്തതെന്ന് പറയാമോ? ബയോളജി പറഞ്ഞതുപോലെ നമ്മൾ മാക്സിമം ടൈംസ് ടെക്സ്റ്റ് ബുക്ക് റിവൈസ് ചെയ്യാന്നുള്ളതാണ്. നമ്മളൊരു ഡേ ഒരു 2 hours വയ്ക്കുക. ആ 2 hours നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും നമ്മൾ വായിക്കുക. അടുത്ത ദിവസവും നമ്മൾ വായിക്കുക. ഇതേ സമയം നമ്മൾ ടോപ്പിക്സ് കവർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫുൾ ചാപ്റ്റർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയിരിക്കണം. ഫുൾ ചാപ്റ്റേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത്. എനിക്ക് തോന്നുന്നു അന്ന് ഒരു ദിവസം ഒരു 3-4 ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു. അവസാനം ലാസ്റ്റ് മന്ത് ആവുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അങ്ങനെയാണ് പഠിക്കേണ്ടത്. നമ്മൾ എവറി ഡേ മിനിമം ഒരു 3 ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും വർക്ക്ഔട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ. ബയോളജി നമ്മൾ ഇതുപോലെ വായിക്കുക, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് വർക്ക്ഔട്ട് ചെയ്യുക. എനിക്ക് ആ സമയത്തായിരിക്കും നമ്മൾ മുമ്പ് ഇൻഡെക്സ് ചെയ്ത് വെക്കുന്ന ബുക്കിന്റെ ഒക്കെ ഉപയോഗം വരണം അല്ലെ. നമ്മൾ ചിലപ്പോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒക്കെ പെട്ടെന്ന് ആ ബുക്കിനകത്ത് നോക്കി കഴിഞ്ഞാൽ ഇത് എനിക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴായിരിക്കും ആ ഇൻഡെക്സിങ് ബുക്കിന്റെ ഒക്കെ ഉപയോഗം വരിക. അതുകൊണ്ട് എല്ലാവരും ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന പോർഷൻസ്, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ഈ പറയുന്ന ബയോളജി ആയാലും ഇൻഡെക്സ് ഉറപ്പായിട്ട് കൊടുത്തേക്കണം. അതായത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസിന്റെ പേജ് നമ്പർ അവിടെ കൊടുത്ത് ഹെഡിങ് അവിടെ കൊടുത്ത് വെച്ചേക്കണം. അത് നിങ്ങൾ പതിയെ പഠിച്ച് ക്ലിയർ ആക്കുന്നതിനനുസരിച്ച് അതിനെ വേണമെങ്കിൽ ടിക്ക് ചെയ്തെങ്കിൽ മാറ്റിയേക്കണം അല്ലെ. അത് നന്നായിരിക്കും. യെസ്. അപ്പൊ അങ്ങനെയാണ് റിവിഷൻ പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് പതിയെ നമ്മൾ സക്സസിലോട്ട് ഇങ്ങനെ പോയത്. അല്ല, ഈ ഫിസിക്സും കെമിസ്ട്രിയും പക്ഷെ വരുമ്പോ നമ്മൾ വായിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടിങ്ങിനാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മാക്സിമം ടൈംസ് വർക്ക്ഔട്ട് ചെയ്യുക. ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ നമ്മൾ ഫോർമുലാസ് എഴുതി വെച്ച ബുക്ക് എടുക്കുക, ജസ്റ്റ് ഫോർമുലാസ് മാത്രം റിവൈസ് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇനോർഗാനിക് കെമിസ്ട്രി വരുമ്പോഴും ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഇനോർഗാനിക് കെമിസ്ട്രി റിവൈസ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. അതിന് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കുഞ്ഞു നോട്ട്, നിമോണിക്സും ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ നോട്ട് വായിക്കുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ്. അതായത് ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് കയറി വരുന്നുണ്ട്. പണ്ട് ആ ട്രെൻഡ് ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പം അത് ചിലപ്പോൾ ഇയാൾക്ക് അധികം പിടുത്തമില്ലായിരുന്നു. അസേർഷൻ റീസൺസ്, സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അപ്പോഴും ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പൊ അതിന്റെയൊക്കെ ആധിക്യം ഇത്തിരി കൂടുതല. അപ്പൊ അതിനും കൂടി എല്ലാവരും ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പോകണം. ഇതാണ്. അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു കോൺവെർസേഷൻ ഒരുവിധ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു സക്സസ് സ്റ്റോറിയാണ് സത്യം പറഞ്ഞ ഇവിടെ റിവീൽ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരുവിധമൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മെസ്സേജ് ചെയ്ത് കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്ത് ചോദിച്ചേക്കണം. കമന്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാന്ന് പറയുമോ? കമന്റ് ചെയ്ത് ചോദിക്കണം അല്ലേ. അപ്പൊ കമന്റ് ചെയ്ത് ചോദിച്ചേക്കണം. അപ്പൊ അങ്ങനെയൊക്കെയാണ് നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലേ. ഇപ്പൊ നീറ്റൊക്കെ എഴുതിയെടുത്ത് ടൈം ട്രാവൽ നമ്മൾ ഇങ്ങനെ ട്രാവൽ ചെയ്ത പ്രസന്റ് സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരു ഡോക്ടർ ആവാനുള്ള ഒരു എൻഡിൽ എത്തിയിരിക്കുകയാണ് അല്ലേ. ഒരു വർഷം കൂടി കഴിഞ്ഞാൽ ഡോക്ടർ. എങ്ങനെയുണ്ട് ഇപ്പോഴ് ഈ ഡോക്ടറായിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ? എനിക്ക് തോന്നുന്നു പോസ്റ്റിംഗ് ഒക്കെ കിട്ടിയല്ലേ? ഒരു ഇന്റേൺഷിപ്പ് ഉണ്ട്, ഒരു 1 month ലേബർ റൂം പോസ്റ്റിംഗ് ഉണ്ട്. എങ്ങനെയുണ്ട് ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ? അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഒരു ഡോക്ടർ ആയി കഴിയുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അവരൊക്കെ ഒന്ന് കേൾക്കട്ടെ. സർവീസ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രാഞ്ച് അനുസരിച്ചായിരിക്കും. ഇപ്പൊ സാറ്റിസ്ഫാക്ഷൻ ആണെങ്കിലും അതെ, പീസ് ആണെങ്കിലും അതെ, രണ്ടും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അത് പിടിയിട്ടില്ല. ഈ സാറ്റിസ്ഫാക്ഷനും മെന്റൽ പീസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണോ? അത് എന്റെ ഒരു കൺസെപ്റ്റ് ആയിരിക്കാം. പറഞ്ഞു, എങ്ങനെ നോക്കട്ടെ. കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ നമ്മള് കുറച്ചുകൂടെ ക്ലിനിക്കലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബ്രാഞ്ച് ആണ് നമ്മൾ ഫ്യൂച്ചറിൽ ചൂസ് ചെയ്യുന്നതെങ്കിൽ, MS MD എടുക്കുമ്പോൾ PG നമ്മൾ ചൂസ് ചെയ്യുന്ന ബ്രാഞ്ച് ഒരു ക്ലിനിക്കൽ ആണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. പക്ഷെ നമുക്ക് വർക്ക് ലോഡ് കൂടുതലായിരിക്കും. മെന്റൽ പീസ് കുറവായിരിക്കും. അങ്ങനെ വർക്ക് ലോഡ് കൂടുമ്പോഴേക്കും മെന്റൽ പീസ് കുറയും. അതാണ് ഉദ്ദേശം. പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ഒരുപാട് ഉണ്ടാവും. നമ്മൾ നമ്മുടെ പ്രയോറിറ്റൈസ്, നമുക്ക് എന്താണോ വേണ്ടത് അത് പ്രയോറിറ്റൈസ് ചെയ്യുക, അതിനനുസരിച്ച് ഒരു ബ്രാഞ്ച് ചൂസ് ചെയ്യുക. ഡോക്ടറായിട്ട് എന്തായാലും ഒരു മനസ്സിനൊക്കെ ഒരു കുളിർ വേണം അല്ലേ. എന്തെങ്കിലും ഇന്റേൺഷിപ്പ് ഇപ്പൊ എന്തെങ്കിലും ചെയ്തായിരുന്നോ? ഞങ്ങൾക്ക് ഫൈനൽ ഇയറിൽ എല്ലാവർക്കും ഒരു 1 month ലേബർ റൂം പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. ലേബർ റൂം പോസ്റ്റിംഗ് അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്രയും നാൾ ബേബീസിനൊക്കെ എടുക്കാനൊക്കെ പറ്റി. അതെ, ബേബീസിനെക്കാളും മദേഴ്സിനെ നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും അവരുടെ ഹാപ്പിനെസ്സും അവരുടെ വിഷമങ്ങളിൽ നമുക്ക് അവർക്ക് റിലീഫ് കൊടുക്കുമ്പോ വലിയൊരു കാര്യമാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അല്ലേ.
മെന്റൽ പീസ് ഉണ്ടോ ഇപ്പൊ ഇവിടെ? ഉണ്ട്, നമ്മുടെ താല്പര്യം അനുസരിച്ചാണ്. നമ്മൾക്ക് എന്താണോ വേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ സാറ്റിസ്ഫാക്ഷൻ കൂടുതലായിരിക്കും. എന്തായാലും ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഒരു ആശ്വാസമാണ്. ഇപ്പൊ നിങ്ങൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും ശരി, റിപ്പീറ്റ് ചെയ്യുന്നവരായാലും ശരി, നല്ല നല്ല ഡോക്ടേഴ്സ് ആവുക.